ചെറുതിന് ഞാൻ ഫിംഗർ ഫുഡ്സ് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ബ്രോക്കലി കൊടുത്തതാണ് ആവി കയറ്റിയത്. അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കൊടുക്കാറുണ്ട്. ഫിംഗർ ഫുഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വിരൽ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് അത് സോഫ്റ്റ് ആയിരിക്കണം, ച്യൂവബിൾ ആയിരിക്കണം, ഹാർഡ് ആയിരിക്കരുത്, കൊച്ചിനെ കയ്യിന് പിടിക്കാൻ പാകത്തിലുള്ളതായിരിക്കണം. 6 to 9 months അവർക്ക് ഒരു സൈഡിൽ പിടിച്ചിട്ട് മറ്റേ സൈഡിൽ കടിക്കണം എന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിരലിൻ്റെ സൈസിന് കട്ട് ചെയ്തിട്ട് അപ്പം അവർക്ക് പിടിക്കാനൊരിതായിരിക്കുമല്ലോ. ഇവനിപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് അങ്ങനെ പിടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അത് അവരെ എക്സ്പ്ലോർ ചെയ്യാൻ അവരുടെ മോട്ടോ സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ആവാനൊക്കെ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ തുടക്കത്തിൽ കുട്ടികൾക്കത് ഒരു സാധനം പിടിക്കാനൊന്നും അത്ര പ്രോപ്പറായിട്ട് അറിയില്ലായിരിക്കുമല്ലോ. ഇത് ഫുഡൊക്കെ ഓരോ ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ് അല്ലേ എല്ലാം. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാനും അത് പഠിക്കാനൊക്കെ വേണ്ടി ഭയങ്കര അടിപൊളിയാണ്. എനിക്കും തോന്നാറുണ്ട് കേട്ടോ, അവനത് പിടിച്ച് കഴിക്കുമ്പോഴൊക്കെ അത് ഇങ്ങനെ ഓരോ ദിവസം ബെറ്ററായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഭയങ്കര നല്ലതാണ്. പക്ഷേ മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കഴിക്കാൻ കൊടുക്കാറുള്ളൂ. പക്ഷേ നല്ലതാണ് കേട്ടോ, അവൻ തന്നെ കഴിക്കാറുമുണ്ട്. ഞാൻ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. പിന്നെ ചോക്കിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടോ എന്ന് നമ്മൾ എപ്പോഴും നോക്കണം. ചോക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇല്ലേ, ഇൻ കേസ് ചോക്കിങ് ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ, അത് ഞാനൊരു 10-20 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. നമ്മൾ പിള്ളേരെ എല്ലാം ഇപ്പോൾ വായിലൊക്കെ ഇടുന്ന സമയമല്ലേ, അപ്പോൾ നമ്മളത് എപ്പോഴും നോക്കി വെച്ചിരിക്കണം കേട്ടോ.